ഈ കഴിഞ്ഞ ദിവസമാണ് വേടൻ്റെ പിറന്നാൾ ആഘോഷങ്ങൾ നടന്നത്. സാധാരണയായി സെലിബ്രിറ്റികളോ പാട്ടുകാരോ ഒക്കെ നടത്തുന്ന പോലുള്ള വലിയ ആഘോഷങ്ങളായിരുന്നില്ല വേടൻ്റേത്. വേടനും കൂട്ടുകാരി നവമിയും പള്ളുരുത്തി കൊത്തലങ്കോയിൽ എത്തിയാണ് പിറന്നാൾ ആഘോഷിച്ചത്. ആരുമില്ലാത്തവരുടെ കൂടെ, ഭിന്നശേഷിക്കാരുടെ കൂടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പിറന്നാളായിരുന്നു ഇത്തവണ വേടൻ ആഘോഷിച്ചത്. അവിടെയുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. പല വ്യക്തികളും സംഘടനകളും അതൊക്കെ ചെയ്യുന്നുമുണ്ട്. എന്നാൽ അവരുടെ കൂടെ ഇരുന്ന് അവർക്കൊപ്പം ഭക്ഷണം വിളമ്പി കുറച്ചു നേരം അവരോടൊത്ത് ചെലവഴിക്കുക എന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. വേടൻ്റെ പിറന്നാൾ പരിപാടിയെ പോലും വിമർശിക്കാൻ ആളുകളുണ്ട്. ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴും എങ്ങനെയെങ്കിലും അയാളെ ഇല്ലാതാക്കണം എന്നൊരു ചിന്തയിലാണ് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ. വേടൻ ഇനി പാട്ടിലൂടെ പൊളിറ്റിക്സ് പറയരുത്, അല്ലെങ്കിൽ വേടൻ ഇനി പാടരുത്, ഒരിക്കലും ഇനി ആരും അംബേദ്കറിനെ കുറിച്ചോ അല്ലെങ്കിൽ അയ്യങ്കാളിയെക്കുറിച്ചോ ദളിതരെക്കുറിച്ചോ പറയരുത്, വേടൻ ഇനി സമൂഹത്തിൽ വളരാൻ പാടില്ല. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ. വേടനിൽ സംഗീതം ഉണ്ടെന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മേലാളർക്ക് അയാൾ അപകടകാരിയാണ്. സംഗീതത്തിലൂടെ ശബ്ദിക്കുന്നതിനെ അവർ ഭയപ്പെടുന്നുണ്ട്. ഈ വേടനിൽ കാലം ആവശ്യപ്പെടുന്ന നീതി നിഷേധങ്ങൾക്കെതിരെ ആളിപ്പടരുന്നൊരു തീയുണ്ട്. അത് ആരൊക്കെ ശ്രമിച്ചാലും പെട്ടെന്ന് തല്ലിക്കെടുത്താനാകില്ല. ജാതി വിവേചനങ്ങളെ വെല്ലുവിളിക്കുന്ന, നീതിക്കായി പൊരുതുന്ന ഒരു മുഖമാണ് വേടൻ. മാറ്റി നിർത്തപ്പെട്ട ആളുകളുടെ പ്രതിനിധിയാണ് അയാൾ. വോയിസ് ഓഫ് വോയിസ്ലെസ്സിലൂടെ ദിഗന്ധങ്ങൾ പൊട്ടുന്ന ഉച്ചത്തിൽ ആ ശബ്ദം മുഴങ്ങുന്നത് നമ്മൾ കേട്ടതുമാണ്. അയാൾ ഇനിയും ഇവിടെ പാടുക തന്നെ ചെയ്യും. ആ പാട്ടുകളും ശബ്ദവും കേരളത്തിലെ ജനത ആഘോഷിക്കുകയും ചെയ്യും. ലഹരിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് നീങ്ങുന്നുണ്ട്. പീഡന പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പുലിപ്പല്ല് കേസും കോടതി തീരുമാനിക്കും. വേടൻ കുറ്റക്കാരനാണെങ്കിൽ ഉചിതമായ ശിക്ഷ വിധിക്കുകയും ചെയ്യും. ഈ കേരളപ്പിറവി ദിനത്തിൽ നവംബർ 1-ന് വേടൻ കോട്ടയത്ത് പുതിയ വരികളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അയാളുടെ വരികളിൽ പോറ്റി ഉണ്ടാകുമോ, തന്ത്രി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയമാണ് പലർക്കും ഇപ്പോഴുള്ളത്. വേടൻ്റെ വരികൾ വീണ്ടും പലരുടെയും ഉറക്കം കെടുത്താൻ പോവുകയാണ്. പാട്ടിലൂടെ രാഷ്ട്രീയം പറയാൻ വേടൻ ഇനിയും ഇവിടെ തന്നെ ഉണ്ടാകും.